1970കളിൽ കൊച്ചി ഒരു വാണിജ്യ നഗരമായി വികസിച്ചപ്പോൾ അനാഥ ബാല്യങ്ങൾ കൊച്ചിയിലെ തെരുവുകൾ അവരുടേതാക്കി മാറ്റിക്കഴിഞ്ഞിരുന്നു. ഉപജീവനത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാതിരുന്ന അവരുടെ ക്ഷേമം ഉറപ്പാക്കാനും മനുഷ്യത്വമുള്ള നാളെയുടെ പൗരന്മാരാക്കി മാറ്റാനുമുള്ള കൊച്ചി നഗരസഭയുടെ തീരുമാനം സ്നേഹമുള്ളൊരു വീട് എന്ന ആശയത്തിലേക്ക് വഴിമാറി. അത്തരത്തിലുള്ള ഒരു ആശയത്തിനു വേണ്ടി കൊച്ചി നഗരസഭയോടൊപ്പം ഡോൺ ബോസ്കോ വൈദികരും കൈകോർത്തു. അങ്ങനെ കുട്ടികൾക്ക് വേണ്ടി ഒരുക്കിയ സ്നേഹഭവനം പള്ളുരുത്തിയിലുള്ള ഒരു കെട്ടിടത്തിൽ ആദ്യം സ്ഥാപിതമായി. 1974 ആദ്യ ബാച്ച് കുട്ടികളെ മേനാച്ചേരി വർഗീസ് അച്ഛനും ഡോൺ ബോസ്കോ പ്രസ്ഥാനവും കൂടി സ്വീകരിച്ചു. അങ്ങനെ 50 വർഷം മുൻപ് നഗരത്തിൽ അലഞ്ഞു നടന്ന കുട്ടികൾക്ക് ഒരു സ്നേഹഭവനമുണ്ടായി. ഇന്ന് പല ഭവനങ്ങളായി വിവിധ കാര്യപരിപാടികളുമായി ഈ സേവനം വികസിച്ച് കൊച്ചിയുടെ അഭിമാനമായി പ്രവർത്തിച്ചു വരുന്നു. ഇങ്ങനെ ഒരു കൊളാബറേഷനും സ്നേഹഭവൻ എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഉണ്ടാകുവാനും എല്ലാം ഇടവന്നത് ആ കാലഘട്ടത്തിന്റെ ആവശ്യമായിരുന്നു. സ്നേഹഭവൻ 1 മുതൽ 7 വരെയുള്ള ക്ലാസുകളിൽ പഠിക്കുന്ന ആൺകുട്ടികൾ ഇവിടെ താമസിച്ച് പഠിക്കുന്നു. ഡോൺ ബോസ്കോ 8 മുതൽ 12 വരെയുള്ള ക്ലാസുകളിലും കോളേജിലും പഠിക്കുന്ന ആൺകുട്ടികൾ ഇവിടെ പഠിച്ചു വളരുന്നു. ബോസ്കോ നിലയം ഇതൊരു ഓപ്പൺ ഷെൽട്ടറാണ്. തെരുവിൽ നിന്നും മറ്റ് സംഘർഷ സാഹചര്യങ്ങളിൽ നിന്നും കണ്ടെത്തപ്പെടുന്ന ആൺകുട്ടികൾക്കുള്ള താൽക്കാലിക ഭവനമാണിത്. സ്നേഹഭവൻ അനെക്സ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ജോലി തേടി വരുന്ന യുവാക്കളുടെ രാത്രിവാസ ഭവനമാണിത്. വാത്സല്യ ഭവൻ 1 മുതൽ 7 വരെയുള്ള ക്ലാസുകളിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്കുള്ള ഭവനമാണിത്. വാത്സല്യ ഭവൻ അനെക്സ് 8 മുതൽ മുതിർന്ന ക്ലാസുകളിൽ പഠിക്കുന്ന പെൺകുട്ടികളാണ് ഇവിടെ വളരുന്നത്. തുടക്കത്തിൽ തെരുവ് കുട്ടികൾക്ക് വേണ്ടി മാത്രമായിരുന്നു സ്നേഹഭവനെങ്കിലും പിന്നീട് സമൂഹത്തിലെ വിവിധ സംഘർഷ സാഹചര്യങ്ങളിൽ അകപ്പെട്ട കുട്ടികളെയും ഉൾപ്പെടുത്തുവാൻ ആരംഭിച്ചു. ബാലവേലകളിൽ നിന്നും തെരുവുകളിൽ നിന്നും തകർന്ന കുടുംബങ്ങളിൽ നിന്നും അനാഥരും വിദ്യാഭ്യാസം തുടരാൻ കഴിയാതെ മയക്കുമരുന്നിനും മറ്റ് ദുശീലങ്ങൾക്കും അടിമപ്പെട്ടവർ, ദുരുപയോഗിക്കപ്പെട്ട കുട്ടികൾ എന്നിവരെ അവർ ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് കണ്ടെത്തി ഗവൺമെന്റ് അധികാരികളുടെ സഹകരണത്തോടെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്ന പ്രവർത്തനങ്ങളിലാണ് ഡോൺ ബോസ്കോ സ്നേഹഭവൻ ഇന്ന് വ്യാപൃതമായിരിക്കുന്നത്. എന്നെ കമ്പ്യൂട്ടർ പഠനത്തിന് വേണ്ടി ഡോൺ ബോസ്കോയിലേക്ക് വിട്ടു. ഡിപ്ലോമ ആയിരുന്നു. ഞാൻ IT ടീച്ചറായിട്ട് ഞാൻ പോവുകയാണ്. അതിനുശേഷം ഞാൻ അവിടെ വെച്ചാണ് എൻ്റെ ഡിഗ്രിയും BBA കമ്പ്യൂട്ടർ സയൻസ് എടുത്തു. അതിനുശേഷം MBA എടുത്തു. കറന്റ്ലി ഇപ്പൊ ഞാൻ KKM സോഫ്റ്റ് എന്ന് പറയുന്ന അറ്റോഡസ് സോഫ്റ്റ്വെയർ കമ്പനിയുടെ സ്റ്റേറ്റ് പ്രൊജക്ട് സെറ്റാണ്. സ്കൂൾ വിദ്യാഭ്യാസം മുതൽ PhD വരെയുള്ള കാലഘട്ടത്തില് പ്രോത്സാഹനവും സാമ്പത്തികപരമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും എനിക്ക് ഡോൺ ബോസ്കോ സ്നേഹഭവൻ പ്രോജക്റ്റിൽ നിന്നാണ് ലഭിച്ചിരുന്നത്. ഇപ്പം ഞാൻ സെക്കൻഡ് ഇയർ MLT വിദ്യാർത്ഥിനിയാണ്. എന്തോരം ഞങ്ങളെ പഠിക്കാൻ പറ്റുമോ അത്രയും നല്ല രീതിയിൽ ഞങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. പഠനം മാത്രമല്ല മറ്റു രീതിയിലുള്ള കായികമായിട്ടും കലയായിട്ടും എല്ലാവിധ രീതിയിലുള്ള കഴിവുകളും വികസിപ്പിച്ചെടുക്കാനുള്ള എല്ലാവിധ ട്രെയിനുകളും ഞങ്ങൾക്ക് ഇവിടെ തന്നെയുണ്ട്. സ്വസ്ഥമായിരുന്ന് പഠിക്കാനും സുരക്ഷിതമായി ഉറങ്ങാനും വേണ്ട എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. ആദ്യമൊക്കെ പേടിയായിരുന്നു, എന്നാൽ ഇപ്പോൾ അതില്ല. ഭാവിയിൽ ആർമിയിൽ ചേരണം. അന്ന് ബോക്സിംഗ് പഠിച്ചവരെല്ലാം ഇന്ന് ബോക്സിംഗ് കോച്ചുകളായി പ്രവർത്തിക്കുന്നു. എൻ്റെ മെയിൻ ഒരു ഗെയിം എന്ന് പറഞ്ഞ ഒരു ജൂഡോയാണ്. ഞാനൊരു സ്റ്റേറ്റ് ലെവല് മെഡല് ഞാനൊരു സ്വന്തമാക്കി. അങ്ങനെ ഇപ്പം എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഒരു നാഷണൽ എങ്ങനെയും ഫസ്റ്റിൽ സെക്കൻഡ് നേടണമെന്നാണ്. നിലവിൽ ഇപ്പോൾ ഞങ്ങൾ ഫുട്ബോൾ സ്കൂൾ ടീമുകളിലും കോളേജ് ടീമുകളിലും കളിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്കൂൾ മീറ്റ്സ് വരുമ്പോൾ അതിൽ പങ്കെടുത്ത് സ്റ്റേറ്റ് ലെവൽ വരെ മത്സരിച്ചിട്ടുമുണ്ട്. എപ്പോഴും നല്ല ഭക്ഷണം ഉണ്ടായിരുന്നു. ഭക്ഷണം കിട്ടില്ല എന്നുള്ളൊരു പേടി ഒരിക്കലും ഉണ്ടായിട്ടില്ല. എല്ലാവരും ഒരേ സമയത്ത് ഭക്ഷണം കഴിക്കുന്നു, ഒരേ സമയത്ത് കളിക്കുന്നു. നമ്മൾക്ക് എന്ത് വന്നാലും ഒരു കാലൊന്ന് ചെറുതായിട്ട് പൊട്ടിയാലും അപ്പൊ തന്നെ നമ്മുടെ കൂട്ടുകാര് അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഒപ്പമുള്ള ചേട്ടന്മാരും അനിയന്മാരും ഒക്കെ നമ്മളെ വന്ന് സഹായിക്കുമായിരുന്നു. ഇവിടെ 2 വർഷം നിന്നിട്ട് ഞാൻ ഹാപ്പി ആയിരുന്നു. ഒരിക്കലും ഫാമിലിനെ കുറിച്ച് ആലോചിക്കേണ്ടി വന്നിട്ടില്ല. ഇവിടെ നിന്നപ്പോൾ കിട്ടിയ സൗഭാഗ്യം ഒന്നും അവിടെ ചെന്നാൽ കിട്ടൂലെന്ന് ഉറപ്പായിരുന്നു. എനിക്ക് തന്നെ എന്തൊക്കെ കഴിവുണ്ടെന്ന് ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ മനസ്സിലാക്കിയത്. ദൈവവിശ്വാസവും പ്രാർത്ഥനയും എന്നെ മറ്റുള്ളവരോട് ക്ഷമയോടും സ്നേഹത്തോടും കൂടെ പെരുമാറാൻ പഠിപ്പിച്ചു. 1ാം ക്ലാസ് മുതൽ 5 വരെ സ്നേഹഭവനിലും, 6ാം ക്ലാസ് മുതൽ 10 വരെ ഡോൺ ബോസ്കോയിലും, പ്രീ ഡിഗ്രി ബോസ്കോ നിലയത്തിലും. അതിനുശേഷം 1999 ഞാൻ ഞങ്ങളുടെ ഈ സഭയിൽ ചേർന്ന് 2018 എൻ്റെ ഓർഡിനേഷൻ. ആദ്യം എനിക്ക് കൗൺസിലിംഗ് ഇഷ്ടമല്ലായിരുന്നു. ഇപ്പോൾ ഇഷ്ടമാണ്. എൻ്റെ പ്രശ്നങ്ങൾ നേരിടാൻ അത് എന്നെ ഒത്തിരി സഹായിക്കുന്നു. ഒരുപാട് നാളുകൾക്ക് ശേഷം സഹോദരങ്ങളെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്നേഹം, അത് ഒറ്റ മോനായി വളർന്ന എനിക്ക് പിന്നീട് ജീവിതത്തിൽ ഒരുപാട് താങ്ങായിട്ടുള്ളതാണ്. എൻ്റെ വീട് ജാർഖണ്ഡിലാണ്. കുഞ്ഞിലെ വീട്ടിൽ നിന്ന് എങ്ങനെയൊക്കെ വേർപെട്ടു പോയി. എൻ്റെ വീട് കണ്ടുപിടിക്കാൻ അച്ഛന്മാർ എന്നെ സഹായിച്ചു. വീട്ടിലാണല്ലോ കുട്ടികൾ വളരേണ്ടത്.
ഞങ്ങളുടെ രക്തത്തിൽ സംഗീതവും താളവുമുണ്ട്. ഞങ്ങളുടെ ചെണ്ട ബാൻഡ് ട്രൂപ്പുകൾ വളരെ പ്രസിദ്ധമാണ്. ഞാനിന്നൊരു ഡാൻസ് ടീച്ചറാണ്. വാത്സല്യഭവനാണ് എന്നെ വളർത്തിയത്. രോഗം വരുമ്പോൾ പരിപാലനം ഉറപ്പാണ്. ആരുമില്ലെന്നൊരു തോന്നലുണ്ടാകാതെ സിസ്റ്റേഴ്സും ചേച്ചിമാരും ഞങ്ങളെ നോക്കുന്നുണ്ട്. 10ാം ക്ലാസ്സിലേക്ക് കയറുമ്പോഴാണ് എനിക്ക് ചിക്കൻ ബോക്സ് വന്നത്. ഞാൻ ഒറ്റക്കായിരുന്നു, ഒരാളായിട്ടും ബന്ധമില്ല. സണ്ണിയച്ചൻ മാത്രമാണ് എൻ്റെ അടുത്ത് വന്നത്. കാര്യം നമ്മളെ അങ്ങനെ ശുശ്രൂഷിക്കേണ്ട ഒരു അവസ്ഥ ആർക്കും വന്നിട്ടില്ല. സ്കൂളുകളിൽ പോകുന്ന മുമ്പ് ഞങ്ങൾക്ക് ഒരു അരമണിക്കൂർ നേരം പണിയുണ്ട് എല്ലാവർക്കും, മോർണിംഗ് ജോബ് എന്ന് പറയും. ഞങ്ങൾ പല ജോലികളും ചെയ്താണ് വളർന്നത്. ഗാർഡനും ചെടികളും ഞങ്ങളുടെ റൂമുകളും എല്ലാം ഞങ്ങൾ തന്നെയാണ് വൃത്തിയാക്കിയിരുന്നത്. ഇത് ഞങ്ങളെ ഭാവിയിലേക്ക് വളരെയധികം സഹായിച്ചു. ഒരു ദിവസം അച്ഛൻ അകത്തേക്ക് കയറി ഞങ്ങൾ എങ്ങനെ ജോലി ചെയ്യണമെന്ന് അറിയാം. വെറുതെ വെള്ളം ഒഴിച്ച് ജസ്റ്റ് ചെയ്യുന്നു. ഇത് കണ്ടിട്ട് അച്ഛൻ എന്തിനാ ഉടനെ അച്ഛൻ വന്നിട്ട് അവിടെ ചാരം അച്ഛൻ തന്നെ എടുത്ത് ആദ്യത്തെ ടോയ്ലറ്റിലേക്ക് ഇതെല്ലാം ഇട്ട് അച്ഛൻ ക്ലോസറ്റിൽ ഞങ്ങളെ കാണിച്ചു തന്നു. ആ സംഭവം ഞാൻ എന്നും എന്റെ ഓർമ്മയിലുണ്ട്. ഞാൻ എന്റെ കുട്ടികൾക്ക് പോലും അതിപ്പോഴും ഞാൻ പറഞ്ഞ് കൊടുക്കാറുണ്ട്. ഞാനൊക്കെ ഫസ്റ്റ് വേണ്ടെന്ന് പറഞ്ഞു, കളരിയൊക്കെ വേണ്ട, എന്തിനാണ് കളരി എന്നൊക്കെ ചോദിച്ചു. ഇപ്പൊ എനിക്ക് തോന്നുന്നു എന്തുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു. നമുക്ക് ഏത് സാഹചര്യത്തോടും ഇണങ്ങിച്ചേരാൻ പറ്റുന്ന ഒരു ലൈഫായിരുന്നു ഇവിടെ. സമയം കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നങ്ങളുണ്ടാവും. ആവശ്യമില്ലാത്ത ചിന്തകളും വരില്ല, വഴക്കലുണ്ടാവില്ല. അത് ഡോൺ ബോസ്കോയിൽ നിന്ന് പഠിച്ചൊരു കാര്യം. ഉള്ളതിലും ഇല്ലായ്മയിലും നന്നായി വളരുവാനായിട്ട് പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ എത്ര ബുദ്ധിമുട്ട് വന്നാലും നമുക്ക് അതിൽ അഡ്ജസ്റ്റഡ് ആയി പോകാൻ പറ്റും. ഇംഗ്ലീഷിനോടുള്ള പരിജ്ഞാനം അന്നേ ഉണ്ടായിരുന്നു. അതാണ് എനിക്ക് ആ സ്ഥാപനത്തിൽ നിന്ന് കിട്ടിയത്. ഇപ്പോഴും അതെ. ഗ്രൂപ്പ് തിരിഞ്ഞുള്ള പരിപാടികളും മത്സരങ്ങളും സ്കൂൾ ജീവിതവും ഒക്കെ ഞങ്ങളിൽ നേതൃത്വ ഗുണം വളർത്തി. ഡ്രോയിങ്സ്, പെൻസിൽ ഡ്രോയിങ്, അങ്ങനെ പെയിന്റിങ് കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചു. പിന്നെ ഗ്രൂപ്പ് ഡാൻസ് ചെയ്യുമായിരുന്നു, പാട്ടൊക്കെ പാടുമായിരുന്നു. ഇവിടെ വന്നപ്പോൾ ശരിക്കും എനിക്കിങ്ങനെ സംസാരിക്കാൻ പോലും അറിയത്തില്ലായിരുന്നു ഒരാളോട്. സിസ്റ്ററാണ് ഇങ്ങനെ പേടിച്ച് പുറകോട്ട് മാറി നിൽക്കരുത്, എല്ലാത്തിനും ഫ്രണ്ടിൽ വരണം, പഠനം, പ്രാർത്ഥന, സ്വഭാവം, അതാണ് ഏറ്റവും കൂടുതൽ ഒരാളിൽ വേണ്ടതെന്ന് സിസ്റ്റർ പറഞ്ഞു തന്നു. എനിക്ക് സങ്കടം വരുമ്പോൾ തലചായ്ച്ച് കരയാനും സന്തോഷങ്ങളെ ആഘോഷിക്കാനും അച്ഛന്മാരുടെയും സിസ്റ്റേഴ്സിന്റെയും ടീച്ചർമാരുടെയും ഒക്കെ സാന്നിധ്യം എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ എനിക്ക് മലയാളം അറിയില്ലായിരുന്നു. എനിക്കൊരു വീടിന്റെ ഫീലിംഗ് ഇവിടെ നിന്നാണ് കിട്ടിയത്. ഇവിടെ സ്നേഹം, അമ്മയുടെ സ്നേഹം, അച്ഛൻ്റെ സ്നേഹം, പിന്നെ നല്ല ഫുഡ്, നല്ല വസ്ത്രങ്ങൾ, കളിക്കാൻ നല്ല അവസരം. ഞാൻ ജോലി തേടിയാണ് എറണാകുളത്തേക്ക് വന്നത്. ജോലി മേടിച്ച് തരാനും രാത്രി സുരക്ഷിതമായി തങ്ങാനുള്ള സൗകര്യം എല്ലാം ചെയ്തു തന്നത് സ്നേഹ അനക്സ് ആയിരുന്നു. അപകട സാഹചര്യങ്ങളിൽ നിന്നും വിവിധ സെന്ററുകളിലെത്തിയ യുവതീ യുവാക്കൾക്ക് ഒരു സമഗ്ര പുനരധിവാസ പാക്കേജാണ് ഡോൺ ബോസ്കോ സ്നേഹഭവൻ. ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള അവസരങ്ങളും തൊഴിൽ പരിശീലന സാധ്യതകളും ആവശ്യക്കാരായ കുട്ടികൾക്ക് എന്നും ഡോൺ ബോസ്കോ സ്നേഹഭവനിൽ ലഭ്യമായിരുന്നു. പഠനവും തൊഴിൽ പരിശീലനവും പൂർത്തിയാക്കുന്ന കുട്ടികൾക്ക് തൊഴിൽ കണ്ടെത്തി നൽകുവാൻ ഡോൺ ബോസ്കോ സ്നേഹഭവൻ എപ്പോഴും അവരോടൊപ്പമുണ്ടായിരുന്നു. ഞാൻ IT പൂർത്തിയാക്കി ഞാനിപ്പോൾ ഇലക്ട്രീഷ്യനായി ജോലി ചെയ്യുന്നു. ഇവിടെ വളർന്ന ആരോരുമില്ലാത്ത കുട്ടികൾ പിന്നീട് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചത് ഡോൺ ബോസ്കോയും കൊച്ചി നഗരസഭയും ഉത്തരവാദിത്തപ്പെട്ട മാതാപിതാക്കളായി നിലകൊണ്ടതിനാലാണ്. 2 പെൺകുട്ടികളുള്ളത്. 2 പേരും കല്യാണം കഴിഞ്ഞു. മൂത്ത ആള് കാനഡയിലാണ്. രണ്ടാമത്തെ മോളുടെ കല്യാണം കഴിഞ്ഞു. അതിപ്പോ M.Tech ഫൈനൽ ഇയർ ആണ്. സ്വന്തമായി ജീവിക്കാൻ ഒരു വീട് കണ്ടെത്താൻ കഴിയാതെ പോകുന്ന ഏറ്റവും അർഹരായ കുട്ടികൾക്ക് വീട് വച്ച് നൽകി അവരെ പാർപ്പിക്കുന്നതിനും ഡോൺ ബോസ്കോ സ്നേഹഭവൻ മുൻകൈയെടുക്കാറുണ്ട്. അമ്മച്ചി, ഞാനും സഹോദരിയൊക്കെ കൂടി ഒരു ഷെഡിലാണ് താമസിക്കണത്. ആ ഷെഡിന്റെ ഉള്ളിൽ വെള്ളം കയറി ഇങ്ങനെ ഞങ്ങൾ ഇരിക്കുമ്പോഴാണ് മറിയച്ചൻ വന്നത് കാണുന്നത്. അപ്പൊ അച്ഛൻ ഞങ്ങളോട് പറഞ്ഞപ്പോ തന്നെ നിങ്ങൾക്ക് ഇതിനൊരു പരിഹാരം ഉണ്ടാകും. കോനേറിൽ ആദ്യം വീട് കിട്ടണ ഞങ്ങൾക്കാണ്. വിവാഹത്തിന് മുമ്പ് തന്നെ എനിക്കൊരു ഓട്ടോറിക്ഷ വേണമെന്ന് പറഞ്ഞ് ഡ്രൈവിംഗ് പഠിക്കണമെന്ന് പറഞ്ഞ് ഞാൻ ഡ്രൈവിംഗ് പഠിച്ച്. അപ്പോൾ അച്ഛൻ എനിക്ക് ഒരു വണ്ടി മേടിച്ചെന്ന്. പിന്നെ അച്ഛൻ പറഞ്ഞ് ഇവരെയൊക്കെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞ് ഞാനൊരു 2-3 പേരെ ഡ്രൈവിംഗ് പഠിപ്പിച്ച് അച്ഛൻ്റെ ഒരു 9 ഓട്ടോറിക്ഷ എടുത്ത് ഇത്ര 10-22,000 രൂപ അച്ഛൻ തന്നെ സഹായിച്ച്. അതിൽ 10-20,000 രൂപ അച്ഛന് തിരിച്ചു കൊടുത്തു. ഡോൺ ബോസ്കോ സ്നേഹഭവനിൽ എത്തിച്ചേർന്ന ധാരാളം കുട്ടികൾക്ക് അവിടുത്തെ ജീവിതം സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്കുള്ള ഒരു യാത്രയായിരുന്നു. അവരൊക്കെ ഇന്ന് സ്വയം ജോലി ചെയ്ത് ഉപജീവന മാർഗം കണ്ടെത്തി സ്വന്തം വീടുകളിൽ ഭാര്യയും മക്കളുമൊത്ത് അന്തസ്സോടെ ജീവിക്കുന്നു. ഒരു പെൺകുഞ്ഞുണ്ട്, സ്നേഹ എന്നാണ് പേരിട്ടിരിക്കുന്നത്. അത് ഞാൻ സ്നേഹഭവൻ്റെ പേരിനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ എൻ്റെ മോൾക്ക് സ്നേഹ എന്ന് പേരിട്ടത്. 50 വർഷങ്ങൾക്ക് മുമ്പ് ഡോൺ ബോസ്കോയും കൊച്ചി നഗരസഭയും സംയുക്തമായി തുടങ്ങിയ പ്രസ്ഥാനം. കുട്ടികൾ തെരുവിലല്ല വളരേണ്ടത്, അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ച് ഉയർത്തി നല്ല പൗരന്മാരാക്കി തീർക്കണം. ഈ മഹത് സ്വപ്നം ഒരു തുടർ യാഥാർത്ഥ്യമായി മുൻപോട്ട് പോകും. വീട് വെച്ച് പിന്നെ കുടുംബമായി നമ്മൾ നല്ലൊരു നിലയിലെത്തി നമുക്ക് നാട്ടിലൊരു പേരുള്ള വിധത്തിലേക്ക് എത്തിച്ചതിന് എനിക്കെന്ന് പറഞ്ഞാൽ എനിക്ക് സ്നേഹഭവനോടൊരു കടപ്പാടുണ്ട്. ഒരു വാല്യൂ ബേസ്ഡ് ഒരു ജീവിതം ഇപ്പോൾ നയിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ 12 വർഷക്കാലത്തെ ഡോൺ ബോസ്കോ സ്നേഹഭവന്റെ ഫോർമേഷനാണ്.
ഇത് തുടങ്ങുന്ന കാലഘട്ടത്തിൽ ഇതൊരു 6 മാസം തികച്ചെടുത്താൽ നമ്മൾ വിജയിച്ചു എന്ന് അഭിമാനിക്കുന്ന സമയത്താണ് എനിക്കിപ്പോ 50-ാം വാർഷികമായിട്ട് ആഘോഷിക്കുന്നു എന്ന് കേട്ടപ്പോൾ അത്ഭുതം വന്നത്. സ്നേഹഭവൻ ഉള്ളത് കൊണ്ട് മാത്രം ഇന്ന് സമൂഹത്തിൽ ഒരു വളരെയധികം കുട്ടികൾ ക്രിമിനൽ പശ്ചാത്തലങ്ങളൊന്നും ഇല്ലാതെ ഒരു നല്ല കുടുംബജീവിതം നയിക്കുന്ന വ്യക്തികളായിട്ട് ഇപ്പൊ ജീവിക്കുന്നുണ്ട്. ഒരുപാട് കുട്ടികൾ പഠിച്ച് PhD എടുത്തവരൊക്കെ ഉണ്ട്. അങ്ങനെ ജീവിതത്തിന്റെ നാനാ തുറകളിലേക്ക് അവരെല്ലാം ഇങ്ങനെ മെൽറ്റ് ചെയ്ത് പോയിരിക്കുകയാണ്. പക്ഷേ ഈ ഡോൺ ബോസ്കോ എന്ന് പറഞ്ഞൊരു സ്ഥാപനം ഇല്ലായിരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ തെരുവിലുള്ള എല്ലാ മക്കളും വല്ല കള്ളന്മാരാ കൊലപാതകളാ അങ്ങനെയുള്ള റൂട്ടിലോട്ട് പോയേനെ. പക്ഷെ അന്നത്തെ അച്ഛനും അരീസ് അച്ഛൻ ഞങ്ങളെ വിളിച്ചുകൊണ്ട് വന്ന് മക്കളെപ്പോലെ നോക്കി വളർത്തിക്കൊണ്ട് ഇന്നിപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോ കുടുംബവും ഭാര്യയും മക്കളും മക്കളുടെ മക്കളും എല്ലാം ആയി. അതുകൊണ്ട് ഈ സ്ഥാപനത്തോടും ഈ സ്ഥാപനത്തിലിരിക്കുന്ന മേലധികാരികളോടും എല്ലാവർക്കും ഞങ്ങൾ മരിക്കുന്നിടം വരെ ഞങ്ങൾ നന്ദിയുള്ളവരായിരിക്കും. അശരണരായ കുട്ടികളോടൊത്തുള്ള ഡോൺ ബോസ്കോ സ്നേഹഭവന്റെ 50 വർഷത്തെ യാത്രയിൽ കൊച്ചി നഗരസഭയും കൊച്ചിയിലെ സ്നേഹമുള്ള ജനങ്ങളും പ്രസ്ഥാനങ്ങളും അനുകമ്പാപൂർവം കൂടെയുണ്ടായിരുന്നു. കുട്ടികളോടൊത്തുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള ഈ യാത്രയിൽ നിങ്ങൾക്കും അണിചേരാം.